പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾഡ് SCERT സ്റ്റാൻഡേർഡ് 6ലെ 9th ലെസൺ ചേർക്കാം പിരിക്കാം എന്ന ചാപ്റ്ററാണ് കേട്ടോ പഠിക്കാനായിട്ട് പോകുന്നത്. അതുകൂടാതെ തന്നെ 8th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ പദാർത്ഥ സ്വഭാവം. അപ്പോൾ ഓൾഡ് SCERTയും കൂടി നമ്മളൊന്ന് പഠിച്ചിട്ട് പോവാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂ SCERTയിൽ 3 ചാപ്റ്ററിലായിട്ട് കവർ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് റിവിഷൻ ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഈ ഒരു ചാപ്റ്ററും കൂടി കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചേർക്കാം പിരിക്കാം എന്ന ചാപ്റ്റർ ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് 8th സ്റ്റാൻഡേർഡിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഓൾഡ് SCERT 6th സ്റ്റാൻഡേർഡിലെ 9th ലെസൺ ചേർക്കാം പിരിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ന്യൂ SCERTയിൽ പഠിച്ചതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ചാപ്റ്ററിൽ പറയുന്നത് മോളിക്യൂളിനെ കുറിച്ചാണ്, തന്മാത്രയെക്കുറിച്ചാണ്. എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഓർത്ത് വെച്ചേക്കുക. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ് അല്ലേ. തന്മാത്രകളാൽ നിർമ്മിതമായിട്ടുള്ളവയാണ് ഖരം, ദ്രാവകം, വാതകം എന്നിവ. ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ശുദ്ധപദാർത്ഥം എന്ന് നോക്കാം. ശുദ്ധപദാർത്ഥം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ കൽക്കണ്ടത്തിൽ അതിൻ്റെ തന്മാത്രകൾ മാത്രമാണുള്ളത്. അപ്പോൾ ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധപദാർത്ഥം എന്ന് പറയാം. ജലം എന്താണ്? ഒരു ശുദ്ധപദാർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധപദാർത്ഥം എന്ന് പറയുന്നു. ഇനി മിശ്രിതം എന്താണ്? മിക്സ്ചർ എന്താണ്? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്നാ പറയുക, മിക്സ്ചർ എന്ന് പറയും. അതായത് ഈ മിക്സ്ചർ തന്നെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഹോമോജീനിയസ് മിക്സ്ചർ എന്നും ഹെട്രോജീനിയസ് മിക്സ്ചർ എന്നും ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മിശ്രിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നോക്കിയേ, പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ അതിൽ പഞ്ചസാരയും ഉണ്ട്, അതുപോലെ ജലവുമുണ്ട്. ഇനി സോഡയാണെങ്കിലോ, സോഡയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ അടങ്ങുന്ന ആ ഒരു മിശ്രിതത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഡ എന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ എന്താണ്? ഒരു ശുദ്ധപദാർത്ഥമാണ്. വായു ആണെങ്കിലോ നമുക്കറിയാം വായുവിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, കൂടാതെ ജലതന്മാത്രകളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. NO എന്ന് നമ്മൾ പഠിക്കും അല്ലേ. പിന്നെ മെർക്കുറി എന്ന് പറയുമ്പോൾ അതൊരു ശുദ്ധപദാർത്ഥമാണ്. ഇരുമ്പാണെങ്കിലും ശുദ്ധപദാർത്ഥമാണ്. കോപ്പർ സൾഫേറ്റ് ആണെങ്കിലും ശുദ്ധപദാർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ശുദ്ധപദാർത്ഥങ്ങൾ എന്താണ്, മിശ്രിതങ്ങൾ എന്താണ് എന്ന് മനസ്സിലായി. ഇനി മിശ്രിതങ്ങൾ പലതരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം എന്ന് രണ്ടായിട്ടാണ് നമ്മൾ മിശ്രിതങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ? ഹോമോ മീൻസ് സെയിം എന്നാണ്. ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണമാണ് കാണിക്കുന്നതെങ്കിൽ അത്തരം മിശ്രിതത്തെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ കുറച്ച് പഞ്ചസാര എടുത്ത് ജലത്തിൽ കലക്കി അതിൻ്റെ ആ ബീക്കറിൻ്റെ മുകൾ ഭാഗത്തുള്ള പഞ്ചസാര ലായനിയിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ കുടിച്ചു നോക്കുന്നു. അതേ അടിഭാഗത്തുള്ള ആ ലായനിയുടെ അടിഭാഗത്ത് നിന്ന് കുറച്ചെടുത്ത് കുടിച്ചു നോക്കുന്നു. രണ്ടും നമുക്ക് ഒരേപോലെയാണ് ഫീൽ ചെയ്യുക അല്ലേ. എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്ന മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പഞ്ചസാര ലായനി. ഇനി നോക്കിയേ, വ്യത്യസ്തം ആയിട്ടുള്ള അതായത് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചർ. ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഭിന്നാത്മക മിശ്രിതം എന്ന് പറയാം. ഇപ്പോൾ ജലവും ചോക്ക് പൊടിയും ചേർത്തൊരു മിശ്രിതമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജലത്തിൽ ചോക്ക് പൊടി അലിയിച്ചിട്ട് ഇങ്ങനെ വെക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അതിൻ്റെ അടിയിലേക്ക് അടിഞ്ഞുകൂടില്ലേ, ചോക്ക് പൊടി അടിഞ്ഞുകൂടും. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് നമ്മൾ ഈ സാമ്പിൾ കളക്ട് ചെയ്യുന്നു. ആ ഒരു ബീക്കറിൻ്റെ തന്നെ അടിഭാഗത്തു നിന്ന് ഈ സാമ്പിൾ കളക്ട് ചെയ്താൽ രണ്ടിലും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നമുക്കതിൻ്റെ പ്രസൻസ് കാണാനായിട്ട് സാധിക്കുക. വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഗുണങ്ങളാണ് ഈ ഒരു മിശ്രിതത്തിൽ കാണിക്കുന്നത്. അതിനെയാണ് ഭിന്നാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ലായനികൾ പലതരത്തിലുണ്ട്. നമുക്ക് നോക്കാം. ലായനികൾ പലതരത്തിലുണ്ട്. ലീനം, ലായകം, ലായനി, അതൊക്കെ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. അതായത് ഒരു ബീക്കർ എടുക്കുന്നു, അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് എന്താ ആഡ് ചെയ്തത്? കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു.
ഇനി ഇതിലേക്ക് വെള്ളം നിറച്ചു. നമ്മളൊരു സ്പൂൺ ഇട്ട് നന്നായിട്ട് ഇളക്കി. ഇതെന്തായി? പഞ്ചസാര ലായനിയായി. അപ്പോൾ ലായനി എന്താണെന്ന് മനസ്സിലായല്ലോ. പഞ്ചസാര ജലത്തിൽ ലയിച്ചതാണ് പഞ്ചസാര ലായനി എന്ന് പറയുന്നത്. ഇനി ഈ ബീക്കറിലേക്ക് ഇട്ട പഞ്ചസാരയാണ് എന്ത് പറയുന്നത്? ലീനം എന്ന് പറയുന്നത്. ലീനം. ഇനി ഇവിടെ ഒഴിച്ച ജലം ഉണ്ടല്ലോ, ആ ജലമാണ് എന്ത്? ലായകം. നമ്മൾ ജലം യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലായകം. ലീനം എന്താണ്, ലായകം എന്താണ്, ലായനി എന്താണെന്ന് മനസ്സിലായി. ലായകത്തിൻ്റെ ഉള്ളിലേക്ക് ലീനം ചേർത്ത് കഴിയുമ്പോഴാണ് അതെന്തായി മാറുന്നത്? ഒരു ലായനിയായിട്ട് മാറുന്നത്. കിട്ടിയല്ലോ. അപ്പോൾ ലീനം, ലായകം, ലായനി എന്നിവയെക്കുറിച്ച് നമുക്ക് അറിയുന്നതാണ്. നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്. എന്നാൽ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലല്ല. ഇപ്പോൾ ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലുള്ള ലായനികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, ബ്രാസ് എന്ന് പറയുന്ന ഒരു ലായനിയാണ്. എന്താണ്? ഖരാവസ്ഥയിലുള്ള ഒരു ലായനിയാണ്. സിങ്കും കോപ്പറും ചേർന്നതാണ് ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എന്ന് പറയുന്നത്. സിങ്കും കോപ്പറും ചേർന്നതാണ് എന്ത്? ബ്രാസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമ്മളത് വിട്ടുകളയാതെ പഠിക്കണം. അപ്പോൾ സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും കൂടെ ഒരു മിക്സ്ചറാണ് എന്ത്? ബ്രാസ് എന്ന് പറയുന്നത്. ഇനി സോഡ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കാർബൺ ഡയോക്സൈഡിനെ ജലത്തിൽ കലർത്തിയിട്ടാണ് നമ്മൾ കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ഇനി ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത്, അതെന്താണ്? ഒരു ലായനിയാണ്. ഗ്ലിസറിനും ജലവും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഈ ലായനിയാണ് ഇത്. ഇനി അടുത്തത് വായു എന്ന് പറയുമ്പോൾ എന്താണ്? അതും ഒരു മിക്സ്ചറാണ്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്, ജലബാഷ്പം, പിന്നെ അതുപോലെ പൊടിപടലങ്ങൾ, ഇതെല്ലാം എവിടെയുണ്ട്? വായുവിലുണ്ട്. അപ്പോൾ അതും ഒരു മിക്സ്ചറാണ്. മനസ്സിലായല്ലോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും എന്ത് ചെയ്യുന്നുണ്ട്? ലായനികൾ സ്ഥിതി ചെയ്യുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദ്രാവകാവസ്ഥയിൽ മാത്രമല്ല, ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ ലായനികൾ ഉണ്ട്. ലീനം എന്താണ്? ലായകം എന്താണ്? ലായനി എന്താണെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയേ. കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരികയാണ് നമ്മൾ. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. ഇവിടെ ഒരു എക്സാമ്പിളിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എക്സാമ്പിൾ ഒന്നും നോക്കിയില്ല. ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ, അതായത് ഒരു മിശ്രിതത്തിൽ ലയിച്ചു ചേർന്നിട്ടുള്ള പല വസ്തുക്കളെയും അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയ, അതിനെയാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് എല്ലാ മിക്സറിലും ആ ഒരു രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ. ഇവിടെ മണലാണ് ആ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു മിശ്രിതത്തിൽ നിന്ന് മണൽ വേർതിരിക്കുന്ന രീതിയാണ് എന്ത്? തെളിയൂറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി വെള്ളം തെളിയിക്കൽ, അതിനേത് രീതിയാണ് നമുക്ക് ഫോളോ ചെയ്യാവുന്നത്? ഇതാ നോക്കൂ, ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ വീട്ടിൽ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അല്ലേ, ആ ലൈമിൻ്റെ എന്തെങ്കിലുമൊക്കെ ആ ഒരു വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പൊടിപടലങ്ങളൊക്കെ നീക്കം ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ കുരുവും അതിൻ്റെ ആ അല്ലികളും ഒക്കെ മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അരിക്കാറുണ്ട്. അപ്പോൾ എല്ലാ ലായനികളിലും മിശ്രിതങ്ങളിലും നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ലായനികളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട കേസുകളിൽ സെപ്പറേറ്റ് ചെയ്യാവുന്ന 1-2 രീതികളൊക്കെയാണ് പറയുന്നത്. ഒന്ന് അരിക്കൽ, മറ്റൊന്ന് തെളിയൂറ്റൽ, ഇനി വേറൊരെണ്ണമാണ് എന്ത്? ബാഷ്പീകരണം എന്ന് പറയുന്നത്. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്രേഷൻ. ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രക്രിയയെ ബാഷ്പീകരണം എന്ന് പറയുന്നു. ഇനി ഇരുമ്പ് പൊടി വേർതിരിക്കാൻ എന്ത് ചെയ്യും? ഇരുമ്പ് പൊടിക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഒരു മാഗ്നറ്റ് വെച്ച് നമുക്ക് ഇരുമ്പ് പൊടിയെ വേർതിരിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളിപ്പോൾ പഠിച്ച ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മിശ്രിതം 2 ടൈപ്പ് ഉണ്ട് അല്ലേ. പിന്നെ അതിനെ വേർതിരിക്കാനായിട്ടുള്ള മെത്തേഡ്സുകളെല്ലാം കൂടെ ഒരു ഫ്ലോ ചാർട്ടായിട്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. 6th സ്റ്റാൻഡേർഡിലെ ഒരു ലെസൺ ആയതുകൊണ്ട് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലെ കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിലുള്ള പദാർത്ഥങ്ങളെല്ലാം തന്മാത്രകളാൽ നിർമ്മിതമാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ശുദ്ധപദാർത്ഥം, ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അവിടെ നമുക്ക് ശുദ്ധപദാർത്ഥമാണെന്ന് പറയാം അല്ലേ. ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രം കാണപ്പെടുന്ന പദാർത്ഥങ്ങൾ ശുദ്ധപദാർത്ഥങ്ങൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെ നമുക്ക് മിശ്രിതം എന്ന് പറയാം. ഇനി മിശ്രിതം തന്നെ 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. ഏകാത്മകമുണ്ട്, ഭിന്നാത്മകമുണ്ട്. മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നതാണെങ്കിൽ അത് ഏകാത്മകവും, ഈ മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ ഭിന്നാത്മകവും അല്ലേ. ചോക്കും ജലവും ചേർത്ത ലായനി, അത് ഭിന്നാത്മക മിശ്രിതത്തിന് ഉദാഹരണം.
ഉദാഹരണമാണ്. പിന്നെ ഈ മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുന്ന രീതികളെക്കുറിച്ച് പഠിച്ചു. തെളിയൂറ്റൽ, അരിക്കൽ, പിന്നെന്താ പറഞ്ഞത്, ദ്രാവകം താപം സ്വീകരിച്ച് ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം. ഇത്രയും പോയിന്റ്സ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളൂ. ഇനി നമുക്ക് അടുത്ത ലെസണിലേക്ക് വരാം. 8th സ്റ്റാൻഡേർഡിലെ 4th ലെസൺ പദാർത്ഥ സ്വഭാവം നോക്കാം. പദാർത്ഥ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. PSC മുൻപ് ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി പഠിക്കാനായിട്ട് ഇരിക്കുക. ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. പിന്നെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്, എന്താ മിസ്സേ പഴയ പോലെ ക്ലാസ്സുകൾ ഇന്ന് അപ്ലോഡ് ചെയ്യാത്ത, ക്ലാസ്സുകൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയോ? അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത് ഈ ഒരു ചെറിയ സ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ്, ഫോൺ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കണ്ണിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്, നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് കണ്ണിന്. അപ്പോൾ ബ്ലേഡ് ആവുക, കുറച്ച് നേരം ഫോണിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കണ്ണ് ബ്ലേഡ് ആവുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ബുദ്ധിമുട്ട്, പിന്നെ ഹെഡ് ഏക്ക് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് റെസ്റ്റ് കൊടുക്കാമെന്ന് വെച്ച് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നിങ്ങൾക്ക് വീഡിയോ തരുന്നത്. ഒരിക്കലും ക്ലാസ് നിർത്തി പോവില്ല. ഞാൻ ക്ലാസ് നിർത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാനും പഠിത്തം നിർത്തിയെന്നല്ലേ. അങ്ങനെ നമുക്ക് പഠനം വിട്ട് കളയാൻ പറ്റില്ലല്ലോ. ഏജ് ഓവർ ആവുന്നവരെ മാത്രമാണ് നമുക്ക് PSCക്ക് അപ്ലൈ ചെയ്യാനായിട്ടും അതിനുവേണ്ടി പഠിക്കാനായിട്ടും സാധിക്കുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് പഠിക്കാം കുറച്ച്. പിന്നെ എന്താണ്, ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയും പോലെ നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണം. ഹെൽത്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഹെൽത്തിന് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പഠനത്തെയൊക്കെ ബാധിക്കും. അപ്പോൾ കണ്ണിന് ചെറിയ തോതിലൊരു റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഇപ്പോൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞാൽ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഞാൻ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. 4th ലെസൺ ആണ് പദാർത്ഥ സ്വഭാവം. ഇത് 8th സ്റ്റാൻഡേർഡിലെയാണ്, ഓൾഡ് SCERT 8th സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ പദാർത്ഥ സ്വഭാവത്തിലേക്ക് വരാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ നോക്കി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, വസ്തുക്കളെ നമ്മൾ പൊതുവായിട്ട് ഖരം, ദ്രാവകം, വാതകം, ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ എന്താണ് ഈ ഭാഗത്ത്, വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന് മനസ്സിലായല്ലോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാമല്ലോ വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്തില്ല. വായുവിന് സ്ഥിതി ചെയ്യാൻ എന്താണ്, സ്ഥലം ആവശ്യമാണ്. അപ്പോൾ എന്താണ് ദ്രവ്യം? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥം അല്ലെങ്കിൽ ദ്രവ്യം, മാറ്റർ എന്ന് പറയും അല്ലെ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും പദാർത്ഥ സ്വഭാവം അഥവാ ദ്രവ്യം എന്ന് വിളിക്കാം. ഇവിടെ നോക്കിയേ, പ്ലാസ്മയും മറ്റ് അവസ്ഥകളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കാം. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകൾ കൂടാതെ മറ്റു ചില അവസ്ഥകളിലും പദാർത്ഥം കാണപ്പെടുന്നുണ്ട്. എന്നാൽ നമ്മൾ പഠിക്കുമ്പോൾ ഖരം, ദ്രാവകം, വാതകത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഈ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം കൂടാതെ തന്നെ മറ്റ് അവസ്ഥകളിലും എന്ത് കാണുന്നുണ്ട്, പദാർത്ഥം കാണപ്പെടുന്നുണ്ട്. അപ്പോൾ 4ാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ. സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗത്ത് പദാർത്ഥം പ്ലാസ്മ അവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് പ്ലാസ്മ. അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉന്നതമായ താപനിലയിൽ കണികകൾ അയോണീകരിക്കപ്പെട്ട അവസ്ഥയിൽ നിലനിൽക്കുന്ന പദാർത്ഥത്തിന്റെ അവസ്ഥയെ പ്ലാസ്മ എന്ന് പറയുന്നു. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. 5ാമത്തെയാണ് എന്ത്, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 6ാമത്തെയാണ് എന്ത്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. അപ്പോൾ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, പിന്നെ ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നും നാമകരണം ചെയ്തിട്ടുള്ള അവസ്ഥകൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പദാർത്ഥത്തിന്റെ മറ്റൊരവസ്ഥയാണ് സൂപ്പർ ഫ്ലൂയിഡ്. സൂപ്പർ ഫ്ലൂയിഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്, ഈ അവസ്ഥകളെല്ലാം ലബോറട്ടറിയിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചപ്പോൾ ഏതൊക്കെയാണ്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, പിന്നെ അതുപോലെ ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെ സൂപ്പർ ഫ്ലൂയിഡും കൂടി പറഞ്ഞു അല്ലേ. സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ പദാർത്ഥത്തിന് മറ്റൊരവസ്ഥയാണ് ഈ സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ എന്ന് പറയുന്നത്. ഇതൊക്കെ ലബോറട്ടറിക്കൽ സിറ്റുവേഷനിൽ മാത്രമാണ് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പൊതുവേ നമ്മൾ പഠിക്കുന്നതിനെക്കുറിച്ചാണ്. ഖരം, ദ്രാവകം, വാതകം. എന്താണ്, എല്ലാത്തിനും എന്തുണ്ട്, മാസ് ഉണ്ട്. ഖരത്തിനാണെങ്കിലും ദ്രാവകത്തിനാണെങ്കിലും വാതകത്തിനാണെങ്കിലും എന്തുണ്ട്, മാസ് ഉണ്ട്. നിശ്ചിത വ്യാപ്തമുണ്ട്. നിശ്ചിത വ്യാപ്തമുണ്ടോ? ഉണ്ട്. അതായത് ഇപ്പോൾ ഖരമാണെങ്കിൽ നിശ്ചിത വ്യാപ്തമുണ്ട്. ദ്രാവകമാണെങ്കിൽ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള വ്യാപ്തമാണ്. ഇനി വാതകത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ നിശ്ചിത വ്യാപ്തം ഉണ്ടോ? ഇല്ല. പക്ഷേ ദ്രാവകത്തിന് എന്തുണ്ട്, നിശ്ചിത വ്യാപ്തം ഉണ്ട്. അപ്പോൾ നമ്മൾ 3 ലിറ്ററിന്റെ ഒരു ക്യാനിൽ വെളിച്ചെണ്ണ മേടിച്ചു, അതിൽ മാക്സിമം കൊള്ളുന്നത് എന്താണ്, 3 ലിറ്റർ തന്നെയാണ് അല്ലേ. അപ്പോൾ നിശ്ചിത വ്യാപ്തം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ വാതകത്തിന്റെ കേസിലേക്ക് വരുമ്പോൾ നിശ്ചിത വ്യാപ്തം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇത് ബേസ് ചെയ്തിട്ട് ഒരു PYQ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഒരു 3 ലിറ്റർ കൊള്ളുന്ന ഒരു ക്യാൻ എടുത്തു. ആ ക്യാനിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചു. ഓക്കെ, ഇനി
ഈ 3 ലിറ്റർ ക്യാനിൽ നിന്ന് നമ്മളത് 10 ലിറ്റർ കൊള്ളുന്ന ഒരു ക്യാനിലേക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ മാറ്റുമ്പോൾ അവിടെ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിന് നിശ്ചിത വ്യാപ്തം ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇനി ആകൃതിയെക്കുറിച്ച് നോക്കുമ്പോൾ ഖരാവസ്ഥയിലുള്ള വസ്തുവിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആകൃതിയുണ്ട്. ദ്രാവകത്തിന് അത് എടുക്കുന്നത് ഏത് പാത്രത്തിലാണോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാത്രത്തിന്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് നിശ്ചിത ആകൃതി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ സ്ഥിരമായ ആകൃതി ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. വാതകത്തിനും എന്തില്ല? സ്ഥിരമായിട്ടുള്ള ആകൃതി ഇല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. മാസ് സോളിഡിനും ലിക്വിഡിനും ഗ്യാസിനും ആണെങ്കിൽ സ്ഥിതി ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മാസ് ഉണ്ട്, അവർക്ക് മാസ് ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റും. നിശ്ചിത വ്യാപ്തത്തിന്റെ കേസിൽ ഖരത്തിനും ദ്രാവകത്തിനും നിശ്ചിത വ്യാപ്തമുണ്ട്, എന്നാൽ വാതകത്തിന് നിശ്ചിത വ്യാപ്തം ഇല്ല. സ്ഥിരമായ ആകൃതി ഖരത്തിന് മാത്രമാണുള്ളത്, ദ്രാവകത്തിനും വാതകത്തിനും നിശ്ചിത ആകൃതി ഇല്ല. ഓർത്ത് വെച്ചേക്കാതെ. ഇനി അടുത്തത് പദാർത്ഥത്തിലെ സൂക്ഷ്മ കണികകളെ കുറിച്ചാണ് പറയുന്നത്. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നതാണ്. ഓരോ പദാർത്ഥവും നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ചെറിയ കണികകളാൽ നിർമ്മിതമാണ്. ഇത്തരം കണികകൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ സ്വഭാവവും ഉൾക്കൊള്ളുന്നവയാണ്. ഓക്കെ, ഇനി പദാർത്ഥങ്ങളുടെ വിവിധ അവസ്ഥയിലെ കണികാ ക്രമീകരണത്തെക്കുറിച്ചാണ് നോക്കുന്നത്. കണികകൾ തമ്മിൽ അകലമുണ്ടോ, കണികകൾ നിരന്തരം ചലിക്കുന്നുണ്ടോ, ഈ കണികകൾ പരസ്പരം ആകർഷിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് ഇവിടെ നമുക്കൊരു ഇമേജ് തന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഖരം, ദ്രാവകം, വാതകം. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഖരാവസ്ഥയിലുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് ക്ലോസ്ലി പാക്ഡ് ആണ്. കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവാണ്, അത് ക്ലോസ്ലി പാക്ഡ് ആണ്. കമ്പയർഡ് ടു സോളിഡ്, ലിക്വിഡിന്റെ അവസ്ഥ എന്താണ്? കുറച്ചുകൂടി ലൂസ്ലി പാക്ഡ് ആണ് അല്ലേ. പക്ഷേ ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സോളിഡും ലിക്വിഡും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്താണ്? കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ് അല്ലേ, അത് സ്വതന്ത്രമായി ചലിക്കുന്നുണ്ട് ആണല്ലോ. ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ഓക്കെ, അപ്പോൾ കണികകൾ തമ്മിലുള്ള അകലം ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് വാതക അവസ്ഥയിലാണെന്ന് നമുക്കറിയാം, ഏറ്റവും കുറവ് സോളിഡ് സ്റ്റേറ്റിലുമാണ് ആണല്ലോ. കണികകൾ വളരെ അടുത്തടുത്തായിട്ടാണ് ഖരാവസ്ഥയിലുള്ള വസ്തുക്കളിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ നോക്കിയേ, ഖരാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചൂടാക്കുമ്പോൾ എന്താവും? അത് ദ്രാവക അവസ്ഥയിലേക്ക് വരും. നമ്മൾ ഐസ് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച് ചൂടാക്കുന്ന കേസ് ആലോചിച്ചാൽ മതി. അപ്പോൾ അത് ദ്രാവകമാവും. ദ്രാവകത്തിനെ വീണ്ടും നമ്മൾ ചൂടാക്കുമ്പോൾ അത് വാതകമായിട്ട് മാറും. ഓക്കെ, നമ്മൾ ചായ തിളപ്പിക്കുന്ന ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ദ്രാവകത്തിന് ചൂടാക്കുമ്പോൾ വാതകമാവും, നീരാവിയായിട്ട് പോകുന്നുണ്ട്. ഈ വാതകത്തെ തണുപ്പിക്കുമ്പോൾ വീണ്ടും ദ്രാവകമാവില്ലേ? ഇല്ലേ? പിന്നെ ദ്രാവകം നമ്മൾ അത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അതിനെ തണുപ്പിക്കുമ്പോൾ അത് ഖരാവസ്ഥയിലേക്കും വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല. ഇനി ഇവിടെ നോക്കാം. താപം ആഗിരണം ചെയ്യുമ്പോൾ കണികകളുടെ ചുവടെ പറയുന്ന സവിശേഷതകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? കണികകളുടെ ഊർജം താപം ആഗിരണം ചെയ്യുമ്പോൾ കൂടുന്നുണ്ട്. ഓക്കെ അല്ലേ? കണികകളുടെ ഊർജം താപം ആഗിരണം ചെയ്യുന്ന സമയത്തെ പ്രത്യേകതയാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒരു കണിക താപം ആഗിരണം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഊർജം കൂടും. അതുപോലെ കണികകൾ തമ്മിലുള്ള അകലം എന്താ ചെയ്യുന്നത്? കൂടും. ഇനി അതുപോലെ കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം, കണികകൾ തമ്മിലുള്ള അകലം കൂടുമ്പോൾ അത് തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയാണ് ചെയ്യുക. അതുപോലെ താപം ആഗിരണം ചെയ്യുന്ന ഒരു കണികയുടെ ചലനവും എപ്പോഴും കൂടുതലായിരിക്കും. മനസ്സിലായില്ലേ പറഞ്ഞത്? കണികകൾ താപം ആഗിരണം ചെയ്യുമ്പോൾ അവയുടെ ഊർജം കൂടും, അവ തമ്മിലുള്ള അകലവും കൂടും, ആകർഷണ ബലം കുറയുകയും കണികകളുടെ ചലന സ്വാതന്ത്ര്യം കൂടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഖരപദാർത്ഥങ്ങളിലെ കണികകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. രണ്ടാമത്തെ പോയിന്റ്, ദ്രാവക അവസ്ഥയിൽ കണികകൾ താരതമ്യേന അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. ഗ്യാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്യാസിനേക്കാൾ കൂടുതൽ ദ്രാവക അവസ്ഥയിലുള്ള കണികകൾ താരതമ്യേന അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഖരാവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലൂസ്ലി പാക്ഡ് ആണ്. അപ്പോൾ ഖരാവസ്ഥയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യത്തോടെ ദ്രാവക അവസ്ഥയിലുള്ള കണികകൾ ചലിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി വാതക അവസ്ഥയിലേക്ക് വരുമ്പോൾ കണികകൾ വളരെ അകന്നാണ് സ്ഥിതി ചെയ്യുന്നത്, ലൂസ്ലി പാക്ഡ് ആണ്, അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം കൂടുതലുമാണ്. താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ ഖരാവസ്ഥയിലേക്ക് ദ്രാവകം മാറുന്നുണ്ട്. അതേസമയം ഈ വാട്ടറിനെ നമ്മൾ ചൂടാക്കുമ്പോൾ താപനിലയിൽ വ്യത്യാസം വരുമ്പോൾ അത് ഗ്യാഷ്യസ് സ്റ്റേറ്റിലേക്കും മാറുന്നുണ്ട്. അപ്പൊ താപനിലയിലുള്ള വ്യത്യാസം അവസ്ഥാ പരിവർത്തനത്തിന് കാരണമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം.
എല്ലാ അവസ്ഥയിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജവും ചലനവും കൂടുകയും കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഏത് അവസ്ഥയിലാണെങ്കിലും താപം നൽകുമ്പോൾ കണികകളുടെ ഊർജവും ചലനവും കൂടുന്നു, അതുപോലെ കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുകയും ചെയ്യുന്നു. ഇനി ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്താണെന്ന് നോക്കാം. PYQ ആണ്, നോക്കാം. ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ പാറ്റ ഗുളികയൊക്കെ ഉണ്ടല്ലോ. പാറ്റ ഗുളിക എന്താ ചെയ്യുന്നത്? അത് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് വാതകമായിട്ട് മാറും. ഓക്കെ, ചില ഖരപദാർത്ഥങ്ങൾ ചൂടാക്കിയാൽ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായിട്ട് മാറും. ഈ പ്രക്രിയയാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ വാതകത്തെ തണുപ്പിച്ചാൽ ഖരമായിട്ടുമാണ് മാറുക. മനസ്സിലാവുന്നുണ്ടോ? എക്സാമ്പിൾ പാറ്റ ഗുളിക, അയഡിൻ എന്നിവയൊക്കെയാണ് ഉദാഹരണം. ഇനി ഇവിടെ കണ്ടോ, സോളിഡ് സ്റ്റേറ്റിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ദ്രവീകരിക്കുകയാണെങ്കിൽ ദ്രാവകമായിട്ട് മാറുന്നു. പിന്നെ അതിന് വീണ്ടും ചൂട് കൊടുക്കുമ്പോൾ ബാഷ്പീകരണം സംഭവിച്ച് വാതകമായിട്ട് മാറുന്നു. ഇനി വാതകം ഡയറക്റ്റ് ഖരാവസ്ഥയിലേക്ക് മാറുമ്പോൾ അതിനെ ഘനീഭവിപ്പിക്കൽ എന്നും, ഖരം നേരിട്ട് വാതകാവസ്ഥയിലേക്ക് വരുമ്പോൾ ഉത്പതനം എന്നുമാണ് ആ പ്രോസസ്സിന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാകുന്ന ഒരു പദാർത്ഥമാണ് അയഡിൻ എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ സബ്ലിമേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അയഡിനെയും കൂടി പറയാം അല്ലേ. ചൂടാക്കുമ്പോൾ എളുപ്പത്തിൽ ബാഷ്പമാവുന്ന പദാർത്ഥമാണ് അയഡിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാറ്റ ഗുളിക, അയഡിൻ, കർപ്പൂരം ഇതൊക്കെ എന്താണ്? ഉത്പതനം സംഭവിക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി അടുത്തത് ഡിഫ്യൂഷൻ എന്താണെന്നാണ് നോക്കുന്നത്. നമ്മൾ ആ എക്സ്പെരിമെൻ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. എന്താണ് ഡിഫ്യൂഷൻ അല്ലെങ്കിൽ വ്യാപനം? ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ വ്യാപനം എന്ന് പറയുന്നു. ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയമേവ പരസ്പരം കലരുന്നതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ഇപ്പം ചക്കക്കാലം ആവുകയാണല്ലോ. ഇനി പഴുത്ത ചക്കയൊക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ അടുക്കളയിൽ നിന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മുറ്റത്ത് പുറത്ത് നിന്നാൽ ആ സ്മെല്ല് അറിയാൻ പറ്റും അല്ലേ. കാരണം എന്താ? അതിൻ്റെ മണം വ്യാപിക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ നമ്മൾ സ്പ്രേ യൂസ് ചെയ്യുകയാണ്, ബോഡി സ്പ്രേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്മെല്ല് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഡിഫ്യൂഷൻ എക്സാമ്പിളാണ്. ഇനി ശുദ്ധപദാർത്ഥം എന്താണ്? മിശ്രിതം എന്താണ്? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്താണ്? നാം നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യുന്ന ഓരോ വസ്തുക്കളും അതിസൂക്ഷ്മ കണികകളാൽ നിർമ്മിതമാണ്. കണികകളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ശുദ്ധപദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും. ശുദ്ധപദാർത്ഥം എന്താണെന്ന് നമ്മൾക്കറിയാം. എന്താണ്? ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് ശുദ്ധപദാർത്ഥങ്ങൾ. ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടല്ലോ. ഓക്കെ, ഇനി മിശ്രിതം എന്ന് പറയുമ്പോൾ വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളെ മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചേഴ്സ് എന്ന് പറയും. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ ശുദ്ധപദാർത്ഥങ്ങൾ, വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങൾ മിശ്രിതവുമാണ്. ശുദ്ധപദാർത്ഥത്തിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്, മിശ്രിതത്തിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നോക്കാം. ഇനി അടുത്തതിലേക്ക് വരുന്നത് ഈ മിശ്രിതത്തിലെ ഘടകങ്ങൾ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം കുറച്ച് എക്സാമ്പിളോട് തന്നു നോക്കാം. ചായയിൽ നിന്ന് ചായച്ചണ്ടി, ഡെയിലി ലൈഫിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ചായയിൽ നിന്ന് ചായച്ചണ്ടി അരിച്ചു മാറ്റും. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എന്താണ്? ആ വെള്ളം ചൂടാക്കിയിട്ട് അല്ലെ ബാഷ്പീകരണം സംഭവിക്കുമ്പോഴാണ് നമുക്കതിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. നെല്ലും പതിരും വേർതിരിക്കാനായിട്ട് നമ്മൾ മുറത്തിലൊക്കെ ഇട്ട് പാറ്റും അല്ലെ, പാറ്റിയിട്ടാണ്. ഇനി അലുമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിശ്രിതത്തിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കാൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. കാന്തമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങളെ സ്വഭാവമനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അലുമിനിയവും ഇരുമ്പും തമ്മിലുള്ള മിക്സ്ചറിൽ ഇരുമ്പിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്, അലുമിനിയത്തിന് ആ പ്രോപ്പർട്ടി ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കാന്തം ഉപയോഗിച്ച് നമുക്ക് മാറ്റാനായിട്ട് സാധിച്ചത്. അപ്പം മിശ്രിതത്തിൽ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഘടകങ്ങളെ വേർതിരിക്കുന്ന മാർഗം നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനൊപ്പം ജലവും വേർതിരിച്ച് കിട്ടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ മാർഗം മതിയോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാ പ്രോസസ്സും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കില്ല, പലതിനും പല രീതികളുണ്ട്. അപ്പോൾ ഉപ്പുവെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. ഇതിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ സ്വേദനം എന്ന പ്രോസസ്സാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ്? മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണശീലമുള്ളതും
മറ്റുള്ളവ സാധാരണ രീതിയിൽ ബാഷ്പീകരിക്കാത്തതുമായാൽ സ്വേദനം എന്ന പ്രോസസ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ കടലിൽ നിന്ന് കുറച്ച് വെള്ളം ശേഖരിച്ച് അടുപ്പിൽ വെച്ച് അത് നല്ലോണം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ തിളച്ച് വരുമ്പോൾ എന്താണ് വാട്ടർ വേപ്പറായിട്ട് മാറും അല്ലേ. അപ്പോൾ ഫൈനലി നമുക്കതിൽ നിന്ന് ഉപ്പ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം മിശ്രിതത്തിലെ ഒരു ഘടകം ബാഷ്പീകരണ ശീലമുള്ളതും മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ബാഷ്പീകരണ ശീലം ഇല്ലാത്തതുമാണെന്ന് വെച്ചോളൂ. ആ സമയത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സ്വേദനം എന്ന ടെക്നിക്ക് യൂസ് ചെയ്യാം. അപ്പം തമ്മിൽ കലരുന്ന ദ്രാവകങ്ങൾ അടങ്ങിയ മിശ്രിതത്തിലെ ഘടകങ്ങൾക്ക് തിളനിലയിൽ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവ വേർതിരിക്കാനും സ്വേദനം എന്ന പ്രക്രിയ ഉപയോഗപ്പെടുത്താവുന്നതാണ്. തിളനിലയിൽ വലിയ വ്യത്യാസമുള്ള മിശ്രിതം, അപ്പോൾ ആ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിച്ച് അറിയാൻ അല്ലെങ്കിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സ്വേദനം എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാവുന്നത്. അപ്പോൾ കടൽ ജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കാൻ ഇങ്ങനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു. അതുപോലെ ഉപ്പും അസറ്റോണും കലർന്ന ഒരു ലായനിയാണെങ്കിൽ അവയെ തമ്മിൽ വേർതിരിക്കാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സ്വേദനം പ്രോസസ്സ് യൂസ് ചെയ്യാം. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നമുക്കറിയാം. അസറ്റോണിൻ്റെ വലിയ വ്യത്യാസമുണ്ട്, 56 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവയെ തമ്മിൽ വേർതിരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സ്വേദനം എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. ഇതുകൂടാതെ സാധാരണ ലഭ്യമായ ജലത്തിൽ പല ലവണങ്ങളും ചേർന്നിരിക്കും. അവയെ സ്വേദനം വഴി നീക്കം ചെയ്ത് കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററികളിലും മറ്റും ഉപയോഗിക്കാനുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നത് ഈ സ്വേദനം എന്ന പ്രോസസ്സിലൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഓർത്ത് വെച്ചേക്കാം. സ്വേദനവുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത്? നമ്മൾ ഉപ്പ് ലായനിയിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാനായിട്ട് ജലവും അസറ്റോണും തമ്മിലുള്ള ലായനി വേർതിരിക്കാനായിട്ട്, കൂടാതെ എന്താണ് കുത്തിവെപ്പിനും സ്റ്റോറേജ് ബാറ്ററിയിലും ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ നിർമ്മിക്കുന്നതിനും ഈ ഒരു പ്രോസസ്സ് സ്വേദനം എന്ന പ്രോസസ്സ് യൂസ് ചെയ്യാം. അടുത്തത് നോക്കുക, ആംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. നോക്കൂ, തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ എന്ന് വയ്ക്കും. ഇപ്പം നമ്മളിവിടെ സ്വേദനത്തിൻ്റെ കേസിൽ പറഞ്ഞു നമ്മുടെ ഈ ഒരു മിശ്രിതത്തിലെ ഘടകങ്ങൾ തമ്മിൽ വലിയ രീതിയിലുള്ള തിളനിലയുള്ള വ്യത്യാസം വേണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ആംശിക സ്വേദനത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളുടെ തിളനിലകൾ തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ അവയെ വേർതിരിക്കാൻ ആംശിക സ്വേദനം യൂസ് ചെയ്യാം. നോക്കിയേ, എത്തനോളും മെത്തനോളും കൂടി കലർന്ന ഒരു ദ്രാവകം, ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആംശിക സ്വേദനം യൂസ് ചെയ്യാം. എത്തനോളിൻ്റെ തിളനില 78 ഡിഗ്രി സെൽഷ്യസും മെഥനോളിൻ്റെ തിളനില 65 ഡിഗ്രി സെൽഷ്യസും ആണ്. ഇവ തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അവയെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംശിക സ്വേദനം എന്ന പ്രക്രിയ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ക്രൂഡ് ഓയിലിൻ്റെ ആംശിക സ്വേദനം കണ്ടോ, ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ തിളനിലകളിൽ അധികം വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് ആംശിക സ്വേദനം വഴിയാണ് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത അങ്ങനെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിന് ആംശിക സ്വേദനം നടത്തിയിട്ടാണ് നമുക്ക് പെട്രോളും ഡീസലും മണ്ണെണ്ണയും നാഫ്ത പോലുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളൊക്കെ വേർതിരിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്. ഇനി സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിച്ചുള്ള വേർതിരിക്കൽ നോക്കാം. പരസ്പരം കലരാത്ത ദ്രാവകങ്ങളുണ്ടല്ലോ, ഫോർ എക്സാമ്പിൾ കെറോസിനും വാട്ടറും കൂടി എടുക്കുക, അതുപോലത്തെ മിശ്രിതങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ പരസ്പരം കലരാത്ത ദ്രാവകങ്ങളെ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്നുള്ളത്. കണ്ടോ, അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇത് കണ്ടോ, ഇവിടെ ഒരു ഓപ്പൺ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഈ അടിയിലുള്ള കണ്ടോ, ഈ കളർ ഡിഫറൻസ് കാണിച്ചിരിക്കുക 2 ടൈപ്പ് മിശ്രിതങ്ങളാണ്. അപ്പോൾ ഈ ഒരു ലൈനിൽ നിന്ന് ഈ അടിയിലത്തെ ഈ ഒരു മിശ്രിതത്തെ താഴേക്ക് നമുക്ക് ഊറ്റിയെടുക്കാം. ആ ഒരു മിശ്രിതം ഇവിടെ നിങ്ങോട്ട് ഊർന്നിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഒരു പാർട്ട് ക്ലോസ് ചെയ്യുകയും ആവാം. അപ്പോൾ ആ രീതിയിൽ സെപ്പറേറ്റിംഗ് ഫണലിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷനെ കുറിച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് സബ്ലിമേഷൻ്റെ കാര്യം. എന്താണ്? കർപ്പൂരം, പാറ്റ ഗുളിക, അമോണിയം ക്ലോറൈഡ് ഇതൊക്കെ സബ്ലിമേഷന് ഉദാഹരണമാണ്. ഖരപദാർത്ഥം ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉത്പതനം എന്ന് പറയുന്നത്. അപ്പോൾ അമോണിയം ക്ലോറൈഡ്, മണൽ, ഈ മിശ്രിതത്തിൽ നിന്ന് അമോണിയം ക്ലോറൈഡിനെ നമുക്ക് ചൂടാക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യും? അമോണിയം ക്ലോറൈഡ് ഡയറക്റ്റ് വേപ്പറായിട്ട് പോകും. നെക്സ്റ്റ് വരുന്നത് സെൻട്രിഫ്യൂഗേഷൻ ആണ്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുമ്പോൾ കണികകളുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. ക്ലിനിക്കൽ ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാനും രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാനും ഉപയോഗിക്കുന്ന മാർഗമാണ് ഈ ഒരു സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, ഇത് PYQ ആണ് കേട്ടോ. ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം, ശ്രദ്ധിക്കണം, ലാബുകളിൽ
ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിച്ചെടുക്കാനാണ് സെൻട്രിഫ്യൂഗേഷൻ. ഇതിങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, കാരണം തൊട്ടടുത്ത് വേറൊരു പോയിന്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത്. ലാബുകളിൽ രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിച്ചെടുക്കാൻ സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയുള്ള മെത്തേഡാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. രാസപരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ അവശിഷ്ടം വേഗത്തിൽ വേർതിരിക്കാനും ഈ ഒരു മാർഗം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ ഒരു ഇൻസ്ട്രുമെൻ്റിൻ്റെ പേര് സെൻട്രിഫ്യൂജ് എന്നാണ്. സെൻട്രിഫ്യൂജ്. ഓക്കെ, സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് സെൻട്രിഫ്യൂജ്. അപ്പോൾ തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? സെൻട്രിഫ്യൂഗേഷനാണ്. ഒരു ദ്രാവക മിശ്രിതത്തിലെ ആലേയങ്ങളായിട്ടുള്ള എന്നുവെച്ചാൽ അലിഞ്ഞു ചേരാത്ത ഘടകങ്ങളെ അവയുടെ ഭാരവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് സെൻട്രിഫ്യൂജ്. തൈരിൽ നിന്ന് വെണ്ണ വേർതിരിക്കാനും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് നോക്കുക, ക്രൊമാറ്റോഗ്രാഫി. ഇവിടെ നോക്കുക, ഒരു ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, ഈ രീതിയിൽ ആദ്യം പ്രയോഗിച്ചത് നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാനാണ് ഈ ഒരു രീതി ആദ്യം യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് അതിന് ക്രൊമാറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്നത്, ക്രൊമാറ്റോഗ്രഫി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രൊമാറ്റോ എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു കളർ എന്നാണ്. അപ്പോൾ കളറുള്ള പദാർത്ഥങ്ങളെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തത് എന്നതുകൊണ്ട് ഈ ഒരു പ്രോസസ്സിനെ ക്രൊമാറ്റോഗ്രഫി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നോക്കട്ടോ, ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ, രക്തത്തിൽ കലർന്ന വിഷാംശം വേർതിരിക്കാൻ, ഇത് മാറിപ്പോകരുത് തമ്മിൽ. നേരത്തെ നമ്മൾ ഈ പോയിന്റ് പറഞ്ഞു, സെൻട്രിഫ്യൂഗേഷനിൽ എന്താ പറഞ്ഞത്? രക്തസാമ്പിളുകളിൽ നിന്ന് രക്തകോശം വേർതിരിക്കാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗേഷനാണ് യൂസ് ചെയ്യുന്നത്. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാനാണെങ്കിൽ ഏത് പ്രോസസ്സാണ്? ക്രൊമാറ്റോഗ്രഫിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഈ ബോക്സ് നോക്കാം. അതിശോഷണം ക്രൊമാറ്റോഗ്രഫിക്ക് ആധാരം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഫിസിക്സിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായി ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെ കേശികത്വം എന്ന് പറയാം. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണ ബലം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയെ അതിശോഷണം എന്ന് പറയാം. എന്തെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് അതിനെ അരിക്കുകയാണെങ്കിൽ ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണ ബലം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിശോഷണം എന്ന് പറയുന്നത്. അഡ്സോർപ്ഷൻ അല്ലെങ്കിൽ അതിശോഷണം. കേശികത്വത്തിലൂടെ അതിശോഷണ നിരക്കിലുള്ള വ്യത്യാസമനുസരിച്ച് കണികകൾ ഫിൽറ്റർ പേപ്പറിന്റെ ഉപരിതലത്തിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ക്രൊമാറ്റോഗ്രഫി എന്താ മനസ്സിലായല്ലോ? ഒരേ ലായകത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നിലധികം ലീനങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി. ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ക്രൊമാറ്റോഗ്രഫി. രക്തത്തിൽ കലർന്ന വിഷാംശങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് ക്രൊമാറ്റോഗ്രഫി. ക്രൊമാറ്റോഗ്രഫിക്ക് ആധാരമായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് അതിശോഷണം അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ ആണ്. നിറമുള്ള പദാർത്ഥങ്ങൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ക്രൊമാറ്റോഗ്രഫി എന്ന പേര് അതിന് വന്നത്. അപ്പോൾ എന്താ ഈ കേശികത്വം എന്ന് പറയുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേശികത്വം എന്നാൽ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് ഉയരുന്ന പ്രതിഭാസത്തെയാണ് കേശികത്വം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു നിലവിളക്ക് കത്തിക്കുകയാണ്. ആ നിലവിളക്കിലെ എണ്ണ ഈ തിരിയിലൂടെ വന്ന് കയറിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വിളക്ക് അവിടെ നമുക്ക് കത്തിക്കാനായിട്ട് പറ്റുന്നത് അല്ലേ? അതുപോലെ പ്ലാന്റ്സ് റൂട്ടിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നതൊക്കെ എന്താണ്? കേശികത്വത്തിന് ഉദാഹരണം നമുക്ക് പറയാവുന്നതാണ്. ഫിൽറ്റർ പേപ്പറും കണികകളും തമ്മിലുള്ള ആകർഷണ ബലം മൂലം കണികകൾ ഫിൽറ്റർ പേപ്പറിൽ പറ്റിപ്പിടിക്കുന്ന പ്രക്രിയയാണ് അതിശോഷണം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? അതായത് ലായനികളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ പഠിച്ചു. ഈ ഭാഗത്ത് നിന്നൊക്കെ PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു ചാപ്റ്ററിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്കിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 2 ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. 6th സ്റ്റാൻഡേർഡിലെ 9th ലെസണും 8th സ്റ്റാൻഡേർഡിലെ 4th ലെസണുമാണ് പഠിച്ചത്, ഓൾഡ് CRT ബേസ് ചെയ്തിട്ട്. ഇനി നമുക്ക് ഓൾഡ് CRTയിലെ 2 ലെസണോടെ പഠിക്കാനുണ്ട്. അത് നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും വിട്ടുപോകണ്ട. ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ ആക്സസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത എക്സാം നമ്മുടേതാവണം. താങ്ക്